ബി.ജെ.പി. പിന്തുണയോടെ നേടിയ സ്ഥാനങ്ങൾ രാജിവെച്ച് മറ്റത്തൂർ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ്. പഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് കെ.പി.സി.സി. നിർദ്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് നൂർജഹാൻ തിങ്കളാഴ്ച രാജിവെക്കും. സ്വതന്ത്രയായി മത്സരിച്ച് ജയിച്ച ടെസ്സി രാജിവെച്ചില്ലെങ്കിൽ അവിശ്വാസത്തിലൂടെ പുറത്താക്കാനാണ് നീക്കം. മറ്റത്തൂർ പഞ്ചായത്തിൽ ബി.ജെ.പി. പിന്തുണയോടെ അധികാരത്തിലെത്തിയത് കുറച്ചൊന്നുമല്ല കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത്. മറ്റത്തൂർ വിഷയം ദേശീയ തലത്തിൽ വരെ ചർച്ചയായി. പ്രാദേശിക നേതാക്കളും ഡി.സി.സിയും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നിലതെറ്റിയതോടെ പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത്. ബി.ജെ.പി. പിന്തുണയോടെ നേടിയ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് പ്രശ്നം പരിഹരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. തെറ്റ് തിരുത്തിവരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടിയിൽ തിരിച്ചെടുക്കാമെന്നാണ് വാഗ്ദാനം. പ്രാദേശിക നേതാക്കൾക്കെതിരെ എടുത്ത നടപടിയും പതിയെ പിൻവലിക്കും. വൈസ് പ്രസിഡന്റ് തിങ്കളാഴ്ച രാജിവെക്കുമെന്നും പ്രസിഡന്റ് സ്വതന്ത്രയായതിനാൽ അവരുടെ കാര്യം പറയാൻ താൻ ആളല്ലെന്നും കോൺഗ്രസ് വിമതൻ ടി.എം. ചന്ദ്രൻ പറഞ്ഞു. പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി തങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു പ്രവൃത്തിയും ഉണ്ടാകില്ല. എന്നാൽ പിന്തുണ പിൻവലിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്നും ചന്ദ്രൻ വ്യക്തമാക്കി. തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഏറ്റുപറയേണ്ട കാര്യമുള്ളൂ. തെറ്റ് ഏറ്റുപറയേണ്ടവർ പാർട്ടിയിലുണ്ടെന്നും ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം അനുസരിക്കും എന്നാണ് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി ഞങ്ങളൊരു പ്രവൃത്തിയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പ്രസിഡന്റിന്റെ കാര്യത്തിൽ പറയാൻ ഞാൻ ആളല്ല. വൈസ് പ്രസിഡന്റ് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറഞ്ഞാൽ രാജിവെക്കുമെന്ന്. തെറ്റ് ചെയ്തെങ്കിലല്ലേ നമ്മൾ ഏറ്റുപറയേണ്ട കാര്യമുള്ളൂ. തെറ്റ് ഏറ്റുപറയേണ്ടവരുണ്ട് പാർട്ടിയിൽ, ഞാനല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ഇത് ലക്ഷ്യമിട്ട് കെ.പി.സി.സി. പ്രസിഡന്റ് പ്രത്യേകം നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചയിലാണ് പരിഹാര ഫോർമുല ഉയർന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.